ഹലോ ഗൈസ്, അപ്പോൾ ഐശ്വര്യ ബർത്ത്ഡേ വ്ലോഗ് പാർട്ട് 2ലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ ആദ്യം ഓൺ വോയിസ് തന്നെ കൊടുത്തത്, ഞാനും അമ്മും വീഡിയോയിൽ ഓൺ വോയിസ് തന്നെ കൊടുത്തത്. പക്ഷേ കുറച്ച് ബാക്കിൽ കുറച്ച് നോയ്സ് വന്നപ്പോൾ ഞങ്ങളുടെ വോയിസ് കേൾക്കണ്ടേ, അതാണ് ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഐശ്വര്യ ബർത്ത്ഡേ ഒരു 1 വീക്ക് മുന്നേ ആയിരുന്നു. പിന്നെ ഞങ്ങൾ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോഴേക്കും ഇവിടെ പാലക്കാട് ന്യൂസ് എല്ലാവരും കേട്ടിട്ടുണ്ടാകും, പാലക്കാട് കുറച്ച് മഴയൊക്കെ പ്രശ്നമായി, കറണ്ട് ഇല്ല, വൈഫൈ ഇല്ല. അങ്ങനെ ഞങ്ങൾ 4 ദിവസം വീട്ടിൽ ആരുടെ വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല, അതിന്റെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഇപ്പോഴാണ് ഞങ്ങൾക്ക് കറണ്ടൊക്കെ വന്ന് ഞങ്ങൾ എഡിറ്റ് ചെയ്ത് ഇപ്പോഴാണ് ഞങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയത്. അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയത്. അപ്പൊ അങ്ങനെ ഐശ്വര്യ ബർത്ത്ഡേ ഞങ്ങൾ അടിച്ചു പൊളിച്ചു ഗൈസ്. ബാക്കിലത് ആൻറ്റിയുടെ പാചകമല്ല, എൻ്റെ എന്തൊക്കെ ചെയ്ത് ആ വഴിക്ക് നമ്മൾ പോയിട്ടില്ല. അവിടെ പോയി പണി കിട്ടുന്ന അറിയുന്നുണ്ട്. ഇവിടെ സേഫായിട്ട് ഡെക്കറേഷൻ പരിപാടിയായിട്ട് ഇരിക്കണം. അതിന് ഞങ്ങളെ കുട്ടി ഡെക്കറേഷനാണ് ഐശ്വര്യൻ്റെ അമ്മ. ഇവിടെ ഗിഫ്റ്റ് ഉണ്ടോ നോക്കി, ഒരാഴ്ച മുമ്പ് വാങ്ങിച്ചു വെച്ചാൽ വെള്ളം കടിച്ചു പോയിട്ടുണ്ടോ നോക്കിയത്. സേഫായിട്ട് ഇവിടെ തന്നെ അവളറിയാൻ നമുക്ക് കൊടുക്കണം. റിയാക്ഷൻ എന്താണെന്നാവോ, അയ്യോ ഇതാണ് വാങ്ങിച്ചതെന്ന് ചോദിച്ചാൽ നമ്മൾ ചമ്മി നാരിപ്പോൾ കുഴപ്പമില്ല, നമുക്ക് നോക്കാം. അങ്ങനെ ഞങ്ങൾ അവൾക്ക് വാങ്ങിച്ച ഗിഫ്റ്റ് ഒക്കെ എടുത്ത് റെഡിയാക്കി വെച്ചു. അപ്പോഴേക്കും ഐഷു അവളുടെ ഓഫീസ് വിട്ട്, പിന്നെ അവൾക്ക് ഒരു ചെറിയൊരു കുട്ടി ബർത്ത്ഡേ ഫംഗ്ഷൻ ആയിരുന്നു അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെ. അതും കൂടി കഴിഞ്ഞിട്ട് വന്നത്. അപ്പോഴേക്കും എന്റെ അമ്മ, ഐഷുവിന്റെ അമ്മ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കലമ്മയ്ക്ക് ശ്യാമളമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റിംഗ് ആയത്. അവരും വന്നു. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ തന്നെ പ്രൊഫൈലൊക്കെ എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ശ്യാമളമ്മയും വന്നു, കലമ്മയും വന്നു. കലമ്മ നമ്മുടെ അമ്മയുടെ അമ്മയുണ്ടോ. അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ് സ്റ്റാർട്ട് ആയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. നല്ല കേക്കായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ്. ഞങ്ങൾ ചോക്ലേറ്റ് ഫ്ലേവറുള്ള കേക്കായിരുന്നു. പിന്നെ അവള് കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുത്ത് ഞങ്ങളെയും കേക്കൊക്കെ കഴിച്ച് അങ്ങനെ അവളുടെ ബർത്ത്ഡേ ഞങ്ങള് എല്ലാ വർഷവും അവളുടെ ബർത്ത്ഡേ ആഗ്രഹിക്കും. ഞങ്ങൾ 3 പേരുടെ ബർത്ത്ഡേ ഞങ്ങൾ 3 പേരും ആഘോഷിക്കാറുണ്ട്. അങ്ങനെ അവൾക്ക് വേണ്ടി ഞങ്ങൾ തപ്പി കണ്ടുപിടിച്ച ആ ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ അവൾക്ക് കൊടുത്തു. നിങ്ങൾ പ്രീവിയസ് വ്ലോഗിൽ കണ്ടിട്ടുണ്ടോ, ഞങ്ങൾ കഷ്ടപ്പെട്ട് നടന്നു പോയി പേർപ്പിൾ കളറുള്ള സാധനങ്ങൾ തന്നെ തപ്പി 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 ഒരുവിധം പേർപ്പിളും പിങ്കും ഒക്കെ ബേസ് ഞങ്ങൾക്ക് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ അവൾക്ക് എല്ലാ സാധനങ്ങളും ഇഷ്ടമായി, അവൾക്ക് യൂസ്ഫുൾ ആയ സാധനങ്ങളായിരുന്നു ആ ബോക്സ് ഫുള്ളും. പിന്നെ അവളെല്ലാം യൂസ് ചെയ്യുന്നു, ഇപ്പോഴും അവൾ വാങ്ങിച്ചുള്ള സാധനങ്ങളൊക്കെ അവൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ ഒരു സന്തോഷം. അങ്ങനെ അവൾക്ക് ആവശ്യമുള്ള കുറെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ അവസാനം ഞങ്ങൾ 2 പെന്നും കൂടി പേർപ്പിൾ കളർ കണ്ടപ്പോൾ ഞങ്ങൾ അത് വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് ഞാനും അമ്മ ബാക്കിയുള്ള കേക്ക് എല്ലാം കൊടുത്തിട്ട് ബാക്കിയുള്ള കേക്ക് സൈഡിൽ നിന്ന് കഴിക്കായിരുന്നു. അമ്മമാർക്ക് അവർ വട്ടമേശ സമ്മേളനമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. പൊറോട്ട പുറത്തുനിന്ന് വാങ്ങിച്ചു. പിന്നെ വെജ് കുറുമ അമ്മ തന്നെ വീട്ടിൽ ഉണ്ടാക്കി. അപ്പോൾ ഞാനും അമ്മും മൺഡേ വെജിറ്റേറിയൻ, അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി വെജ് കുറുമ ഉണ്ടാക്കിയതാണ്. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ച് എല്ലാവരും പിന്നെ. അപ്പൊ ഇത്രയുള്ള വീഡിയോ. താങ്ക് യു.